നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. നവംബർ 24 പ്രവാസി ഞായറായി സഭ ആചരിക്കുന്നു. പ്രവാസി സമൂഹത്തിന്റെ ശുശ്രൂഷകൾ ഓർക്കുന്നതിനും അവർക്കായി പ്രാർത്ഥിക്കുന്നതിനും വേർതിരിച്ച ദിനം. സഭയുടെ ആധ്യാത്മിക ഭൗതിക പുരോഗതികൾക്കായി സഭാ അംഗങ്ങളായ പ്രവാസി സമൂഹം നൽകി വരുന്ന സഹകരണം അഭിനന്ദനീയമാണെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഇടവകകൾക്കയച്ച സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന മാർത്തോമ വിശ്വാസികൾ ഇടവകകളുടെയും ഭദ്രാസനങ്ങളുടെയും സഭയുടെയും സാക്ഷി നിർവ്വഹണത്തിൽ അർത്ഥവത്തായി പ്രതികരിക്കുന്നു. എല്ലാവരുടെയും ശുശ്രൂഷകൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനുമായി നമ്മുടെ അംഗങ്ങളായ യുവജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്നു. അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആധ്യാത്മിക കൂട്ടായ്മ നൽകുന്നതിനും പ്രാദേശിക തലങ്ങളിലെ കോൺഗ്രിഗേഷനുകൾക്കും ഇടവകകൾക്കും കടമയുണ്ടെന്ന് മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ആഗോള കാത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും മാർത്തോമ സഭ എപ്പിസ്കോപ്പൽ സിനഡ് പ്രതിനിധികളും വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി. പൗരസ്ത്യ സഭയെയും പാശ്ചാത്യ സഭയെയും കൂട്ടിയിണക്കുന്ന പാലമാണ് മാർത്തോമ സഭയെന്ന് കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞു. Sono inseparabili, anche perché entrambi hanno come obiettivo una migliore testimonianza dei cristiani. Tuttavia, la missione non è solamente il fine del cammino ecumenico, neanche il mezzo. Sono convinto che lavorare insieme per testimoniare Cristo risorto sia il modo migliore per avvicinarci. രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത നിരീക്ഷകനായി പങ്കെടുത്തതും 2022 ഇരു സഭകളും തമ്മിൽ സംവാദം ആരംഭിച്ചതും മാർപ്പാപ്പ അനുസ്മരിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു എക്യുമെനിക്കൽ സിനഡ് സമ്മേളിക്കാനുള്ള പ്രതീക്ഷയും മാർപ്പാപ്പ പങ്കുവച്ചു. മാർത്തോമ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 14 ആലുവ ശാന്തിഗിരിയിൽ ആരംഭിച്ച ഡയലോഗിന്റെ തുടർച്ചയായിട്ടായിരുന്നു മാർപ്പാപ്പയുടെ ക്ഷണപ്രകാരമുള്ള കൂടിക്കാഴ്ച. പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാല ഡിസ്കാസ്ട്രേ ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച പ്രത്യേക സമ്മേളനങ്ങളിലും സംഘം പങ്കെടുത്തു. 14 സംഘം കേരളത്തിൽ മടങ്ങിയെത്തി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിയോഗിതനായിട്ട് 4 വർഷം പിന്നിട്ടു. 2020 നവംബർ 14 22ാമത് മെത്രാപ്പൊലീത്തയായുള്ള സ്ഥാനാഭിഷേകം. മെത്രാപ്പൊലീത്തയ്ക്ക് വിശ്വാസ സമൂഹം പ്രാർത്ഥനാപൂർവ്വം ആശംസകൾ നേർന്നു. വെല്ലൂർ ആശുപത്രിയിലായിരിക്കുന്ന മെത്രാപ്പൊലീത്ത കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിലെ 400ഓളം താരങ്ങൾ മാറ്റുരച്ച കേരള മാർത്തോമ ട്രോഫി കായിക മത്സരങ്ങൾ തിരുവല്ല SC സ്കൂൾ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മുൻ ഗോൾ കീപ്പർ KT ചാക്കോ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യൂസ് അധ്യക്ഷനായിരുന്നു. മാർത്തോമ ട്രോഫി സ്ഥാപകൻ മുൻ മാനേജർ ജോർജ് ഫിലിപ്പിനെ സമ്മേളനം ആദരിച്ചു. സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറന്റ് സജേഷ് മാത്യു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. SCS സ്കൂൾ പ്രിൻസിപ്പൽ ജോൺ K തോമസ്, ഹെഡ്മാസ്റ്റർമാരായ റെനി വർഗീസ്, ജെസി ജോർജ്, ജനറൽ കൺവീനർ ജോർജ് ബിനുരാജ്, ജോയിന്റ് കൺവീനർമാരായ വിബിത ചാക്കോ, റോബി ജേക്കബ് വർക്കി, സെൻമോൻ വി ഫിലിപ്പ് പബ്ലിസിറ്റി കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പുൽക്കൂട്ടിൽ പൂക്കാലം ക്രിസ്മസ് വിളംബര ഗാനസന്ധ്യയ്ക്കായി ഒരുങ്ങി തിരുവല്ല. മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നേതൃത്വത്തിൽ ഒരുക്കുന്ന ഗാനസന്ധ്യ നവംബർ 30 തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തും. DSMC ക്വയറും വിവിധ ഗായക സംഘങ്ങളും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വൈകുന്നേരം 5:30 ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മലങ്കര യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് മുഖ്യ സന്ദേശം നൽകും. ഡിസംബർ 7 ഷാർജ മാർത്തോമ പള്ളിയിലും 15 ചെന്നൈ ചെട്ട്പട്ട് മാർത്തോമ പള്ളിയിലും സംഗീത പരിപാടികൾ ഒരുക്കുമെന്ന് DSMC ഡയറക്ടർ റവറന്റ് ഉമ്മൻ K ജേക്കബ് അറിയിച്ചു. ഡിസംബർ 7 വൈകുന്നേരം 6 മണിക്ക് ഷാർജയിൽ നടക്കുന്ന പുൽക്കൂട്ടിൽ പൂക്കാലത്തിന്റെ ലോഗോ പ്രകാശനം
ഷാർജ CSI ഇടവക വികാരി റവറൻ സുനിൽ രാജ് ഫിലിപ്പ് നിർവഹിച്ചു. ഷാർജ മാർത്തോമ ഇടവക വികാരി റവറൻ രഞ്ജിത്ത് ഉമ്മൻ ജോൺ, റവറൻ ജോൺ P. ഉമ്മൻ, റവറൻ ബിൻസു ഫിലിപ്പ്, റവറൻ ടോം ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഒരുക്കുന്ന ജിംഗിൾ ബെൽ ക്രിസ്മസ് വിരുന്ന് ഡിസംബർ 8 ഞായർ വൈകുന്നേരം 5 മണിക്ക് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നടത്തും. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് കേന്ദ്ര ഗായക സംഘവും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന ഗായക സംഘവും ഗാനശുശ്രൂഷ നിർവഹിക്കും. ഭാരവാഹികളായ റവറൻ ഡോക്ടർ PT ജേക്കബ്, ഏബ്രഹാം വർഗീസ്, പ്രൊഫസർ ഏബ്രഹാം ജോസഫ്, ജേക്കബ് ജോർജ് എന്നിവർ നേതൃത്വം നൽകും. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലെ ക്രിസ്മസ് ഗാനസന്ധ്യ ഡിസംബർ 1 വൈകുന്നേരം 5 മണിക്ക് ജൂബിലി മന്ദിരത്തിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മുല്ലക്കര രത്നാകരൻ സന്ദേശം നൽകും. വിവിധ ഗായക സംഘങ്ങളുടെ ഗാനശുശ്രൂഷയും കുണ്ടറ അഭയത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടാകും. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിഷണറി ആൻഡ് ഇവാഞ്ചലിസ്റ്റ് തെലുങ്ക് റീജിയണൽ കോൺഫറൻസ് സമാപിച്ചു. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 20 മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന 29 മിഷണറി വൈദികരും 50 സുവിശേഷകരും അനുഗ്രഹീത കൂട്ടിക്കാഴ്ചയിൽ പങ്കുചേർന്നു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, കറസ്പോണ്ടൻസ് സെക്രട്ടറി പ്രൊഫസർ ഏബ്രഹാം P. മാത്യു, ശാന്തി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ദൈവവചനത്തിൽ ജ്വലിച്ച് ദൈവരാജ്യത്തിനായി പരിശ്രമിക്കുക എന്ന ചിന്താവിഷയം അടിസ്ഥാനമാക്കി റവറൻ റെജിൻ രാജു മുഖ്യ സന്ദേശം നൽകി. സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം റവറൻ T. ബാബു, ആന്ധ്ര തെലങ്കാന മിഷൻ കോർഡിനേറ്റർ റവറൻ സാബു തോമസ്, റവറൻ പ്രേം ജോൺ P. ജോർജ്, റവറൻ ഡിബിൻ K. ഡാനിയൽ, റവറൻ എബിൻ C. മാത്യു, റവറൻ ഡോക്ടർ സമ്പത്ത് വിജയകുമാർ, റവറൻ ബ്ലസൻ ഫിലിപ്പ് തോമസ്, സുവിശേഷകൻ ബിനു C. മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന ദിനത്തിൽ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളാകണമെന്ന് സമാപന സന്ദേശത്തിൽ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണെന്ന ഉത്തമ ബോധ്യമുണ്ടാകണമെന്നും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ജീവിതം സാധ്യമാക്കണമെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജംഗമക്കോട്ടൈ മിഷൻ ദിനം ആചരിച്ചു. വികാരി ജനറൽ വെരി റവറന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. LAC പ്രസിഡന്റ് റവറൻ ജെയിംസ് വീരമല അധ്യക്ഷനായിരുന്നു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ മുഖ്യ സന്ദേശം നൽകി. റവറൻ ജോൺസൺ T. ഉണ്ണിത്താൻ, റവറൻ KA വർഗീസ്, റവറൻ സ്റ്റാൻലി ജോൺ സക്രിയ, റവറൻ തോമസ് ഏബ്രഹാം, റവറൻ ജോസഫ് ഐരുക്കുഴി, ഇവാഞ്ചലിസ്റ്റ് റെജി ബേബി, അഭിലാഷ്, ട്രഷറർ ഇടിക്കുള വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവരെ ആദരിച്ചു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന നേതൃത്വത്തിൽ എക്യുമെനിക്കൽ ബിഷപ്പ് കോൺഫറൻസ് വാഷി മാർത്തോമ സെന്ററിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ തോമസ് ഇലവിനാൽ, ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ഹാബിൽ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ ജോർജ് മാത്യു, സഭാ കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റാന്നി നിലയ്ക്കൽ ഭദ്രാസന മിഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വെച്ചൂച്ചിറ കുന്നം മാർത്തോമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ റവറൻ ഡോക്ടർ TJ തോമസ് ക്ലാസ് നയിച്ചു. ഇന്നാണ്, ഇപ്പോഴാണ്. അതുകൊണ്ട് നല്ല സമയവും അവസരവും കാലവും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോഴപ്പോൾ ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ലിസ രഞ്ജിത്ത്, ഷൈലു ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം നോർത്ത് ഇന്ത്യ മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തു വരുന്ന മിഷണറിമാരുടെയും സുവിശേഷകരുടെയും സമ്മേളനം 18 മുതൽ 20 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടത്തും. AIM ഒതന്റിക് ഇൻവോൾവ്മെന്റ് ഇൻ മിഷൻ എന്നതാണ് പഠന വിഷയം. 18-ന് ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അധ്യക്ഷത വഹിക്കും. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, മുംബൈ ഭദ്രാസന മിഷൻ കോർഡിനേറ്റർ ബ്ലസൻ M. വർഗീസ്, സംഘം ലേഖക സെക്രട്ടറി പ്രൊഫസർ ഏബ്രഹാം P. മാത്യു, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ഡൽഹി ഭദ്രാസന സെക്രട്ടറി റവറൻ സാം ഏബ്രഹാം, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡാനിയൽ തോമസ് എന്നിവർ നേതൃത്വം നൽകും. റവറൻ അലക്സ് പീറ്റർ,
ലുധിയാന, റവറൻ തോമസ് കുര്യൻ സഗ്ന, റവറൻ സജോ തോമസ് ജോസഫ് ഒഡീഷ എന്നിവർ ഹിന്ദി, തെലുങ്ക്, ഒഡിയ ഭാഷകളിൽ ബൈബിൾ പഠനം നിർവഹിക്കും. 20-ന് വിശുദ്ധ കുർബാനയ്ക്ക് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. MTEA മിഷൻ കോർഡിനേറ്റർ റവറൻ റൊണാൾഡ് രാജു, ജോയിന്റ് സെക്രട്ടറി റവറൻ ടോംസ് നൈനാൻ എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സഭ പുനലൂർ സെന്റർ കൺവെൻഷന് വിളക്കുവട്ടം മാർത്തോമാ പള്ളിയിൽ ആരംഭമായി. ഞായറാഴ്ച സമാപിക്കും. ക്രൈസ്തവ സാഹിത്യ സമിതി സെക്രട്ടറി റവറൻ സാം ടി കോശി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സെന്റ് തോമസ്, കരവാളൂർ കെരീത്ത് പള്ളികളിലായി നടന്ന യോഗങ്ങളിൽ റവറൻ ഡോക്ടർ കെ തോമസ്, ബാബു പുല്ലാട് എന്നിവർ പ്രസംഗിച്ചു. ശനിയാഴ്ച വൈകുന്നേരം പുനലൂർ സെന്റ് തോമസ് പള്ളിയിൽ റവറൻ ജോളി തോമസ് പ്രസംഗിക്കും. ഞായർ രാവിലെ 7:30-ന് കരവാളൂർ ബെതേൽ മാർത്തോമാ പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സമാപന യോഗവും ചേരും. റവറൻ ജോളി തോമസ് നേതൃത്വം നൽകും. മാർത്തോമാ സഭ മുംബൈ സെന്റർ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഗീത സോപാനം എന്ന പേരിൽ ഒരു സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. സാന്റാക്രൂസ് മാർത്തോമാ ഇടവകയിൽ നടന്ന സംഗീത വിരുന്നിൽ സെന്ററിലെ 7 ഗായക സംഘങ്ങൾ മോശവത്സലം ശാസ്ത്രികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചു. സെന്ററിലെ പട്ടക്കാരോട് ചേർന്ന് കുടുംബങ്ങളുടെയും മിഷൻ ഗായകരുടെയും പാട്ടുകളും ശ്രദ്ധേയമായി. ഓർത്തഡോക്സ് സഭ മുംബൈ ഭദ്രാസനാധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത മുഖ്യ സന്ദേശം നൽകി. വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ് അനുഗ്രഹീത പ്രഭാഷണം നടത്തി. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഓൺലൈനിൽ ഉദ്ഘാടനം നടത്തി. റവറൻ എബ്രഹാം വർക്കി, റവറൻ സാംസൺ സാമുവേൽ, തോമസ് ജോർജ്, സണ്ണി ജോൺ, സാജൻ ജേക്കബ്, ബീന തോമസ് എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം ഡോക്ടർ യൂഹാനോൻ മാർത്തോമാ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ യൂഹാനോൻ മാർത്തോമാ സ്മാരക പ്രഭാഷണം നടത്തി. സം റാൻഡം റിഫ്ലക്ഷൻസ് ഓൺ സെക്യുലറിസം എന്ന വിഷയത്തിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പ്രഭാഷണം നടത്തി. ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് ബദിര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് അതൊരു വ്യത്യസ്ത ആത്മീയ അനുഭവമായിരുന്നു. പതിവ് രീതി വിട്ട് കുർബാനയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാകും വിധം ആംഗ്യ ഭാഷയിൽ ആദ്യമായി ഒരുക്കിയ വിശുദ്ധ കുർബാനയിൽ അവർ പങ്കുകൊണ്ടു. കാർമ്മികനായ വൈദികന്റെ ചൊല്ലുകൾ സാധാരണ പൂർണ്ണമായി അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഇതിനൊരു പരിഹാരമായി അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി കുർബാന സ്വീകരിക്കാൻ ഇവർക്ക് ലഭിച്ച ആദ്യ അവസരമായിരുന്നു ഇത്. ഞങ്ങൾക്ക് ആവശ്യമായ ഹൃദയത്തിൻ്റെ എളിമയും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങളുടെ കൂടെയുള്ള വിവിധങ്ങളായ വ്യക്തികൾ വിഷമവും പ്രശ്നങ്ങളിലൂടെ രോഗത്തിലൂടെ കടന്നു പോകുന്നതിന് അങ്ങ് സഹായിക്കണമേ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രോഗങ്ങൾ മാറ്റണമേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച കത്തോലിക്ക സഭ തലശ്ശേരി രൂപത വൈദികൻ ഫാദർ പ്രിയേഷ് കളരിമുറിയിൽ മുഖ്യ കാർമ്മികനായി. ഇരിട്ടി ബദിര വിദ്യാലയം പ്രഥമാധ്യാപിക സിസ്റ്റർ പുഷ്പ, അധ്യാപിക കൃപ എന്നിവരും സഹായികളായി. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ലഘൂകരിക്കാൻ മുൻ പ്രധാന അധ്യാപിക സിസ്റ്റർ ജോസ്മി ജോഷുവയുടെ സഹായവും ലഭിച്ചു. കത്തോലിക്ക ഓർഡറിൽ നടന്ന കുർബാനയിൽ 20 അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ബദിര വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ റവറൻ മാത്യു ബേബിയുടെ ഉത്സാഹത്തിലാണ് ഇത്തരമൊരു അവസരം സ്കൂളിൽ ഒരുങ്ങിയത്. കൂടുതൽ സഭാ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോം.